ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും സുഖമാണോ? എല്ലായിടത്തും മഴയൊക്കെ വന്നോ? കാലവർഷം എത്തിയോ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. അത്തിപ്പഴം. പക്ഷേ ഇത് പഴമല്ല കേട്ടോ, പച്ചയാണേ. ഈ ഇതിങ്ങനെ ഉണങ്ങി പഴുക്കുമ്പോൾ ഇതിങ്ങനെ റൗണ്ടായിട്ട് അരിഞ്ഞാണ് നമ്മൾ ഉണങ്ങിയെടുത്തത്. ഇതിങ്ങനെ ഒരു ഇർക്കിലിയൊക്കെ ഓർത്ത് നമുക്ക് വെച്ച് ഉണങ്ങിയെടുക്കാം. ഈ അത്തിക്ക് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഫ്രൂട്ടാണ് ഇതല്ലേ. അതെനിക്ക് ഈയിടെ കുറച്ച് നാളായി മനസ്സിലാക്കില്ല. ഇത് ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ഫ്രൂട്ടാണ്. പക്ഷേങ്കിൽ കൂട്ടുകാരെ, ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അതിനകത്ത് അന്ന് പറയാൻ പറ്റാതെ പോയ കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞിട്ട്. അത്തിക്കകത്ത് പറഞ്ഞാൽ തീരാത്തത്ര ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഒരു വീഡിയോ കൂടെ ഇട്ടത് കേട്ടോ. എൻ്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവരത് കാണണേ. ഇതിനകത്ത് പറയാനുള്ളത് വിറ്റാമിൻസ് ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഡ്രൈ ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കാൻ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ. ഇത് അർശസ് ഉള്ളവർക്കുണ്ടല്ലോ, ഇത് കഴിക്കുകയാണ് ഒരുപാട് നല്ല കേട്ടോ. പിന്നെ ശോധനക്കുറവുള്ളവർക്ക് ഇത് കഴിക്കുകയാണം, ശോധന നല്ലതായിട്ടുണ്ടാകും. അങ്ങനെയുള്ളവർ ഇത് കഴിക്കണം കേട്ടോ. വെറും വയറ്റിൽ കഴിക്കണം. രാവിലെ നമ്മൾ ഈ ചൂടുവെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് 3-4 എണ്ണം കഴിക്കണം കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് പിന്നെ കൂട്ടുകാരെ, ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത് മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നവരാണ് കൂടുതൽ ആൾക്കാരും അല്ലേ. ചെറുപ്പക്കാരൊക്കെ പറയുകയും വേണ്ട. അങ്ങനെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് കരളിന് പ്രോബ്ലം ഒക്കെ ഉള്ളവർ ഇത് കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് മാറ്റം കിട്ടും കേട്ടോ. അങ്ങനെയുള്ളത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, പ്രോട്ടീനുണ്ട്, വൈറ്റമിൻസ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പിൻ്റെ അംശം ധാരാളമുണ്ട് കേട്ടോ. ഫോസ്ഫറസ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഇ ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, വൈറ്റമിൻ BY ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ധാരാളം അടങ്ങിയിട്ടുണ്ട്. പിന്നെ പാൽ കൂട്ടുന്ന അമ്മമാർക്ക് ഇത് നല്ലതായിട്ട് കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ അവർ 3-4 എണ്ണം കഴിക്കണം. പാൽ കുറവുള്ളവർക്ക് പാൽ ധാരാളമായി ഉണ്ടാകാനായിട്ട് ഇത് നല്ല കേട്ടോ. ഏറ്റവും നല്ല സാധനമാണ്. ഇപ്പം മിക്കവാർക്കും അങ്ങനത്തെ പ്രോബ്ലം ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളവർ ഇത് ഫ്രൂട്ട് രാവിലെ കഴിക്കണം. അവർക്ക് 2-3 പ്രാവശ്യം ഇത് ദിവസം കഴിക്കാവുന്നതാണ്. മറ്റുള്ള ആഹാരം കഴിക്കുന്നതല്ല കഴിക്കും. പാലിൻ്റെ അളവ് കൂടും കേട്ടോ. അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഇതിനകത്ത്. പിന്നെ ഷുഗർ ഉള്ളവർ ഇത് കഴിക്കാവോ എന്ന് ഡൗട്ടുണ്ടായിരിക്കും. ഷുഗർ ഉള്ളവർ ഇത് 1-2 മാത്രം കഴിച്ചാൽ മതി, ഇടയ്ക്കൊക്കെ കഴിച്ചാൽ മതി. ഇതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അംശമുണ്ട്. ഇതിനകത്ത് ഗ്ലൂക്കോസിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഷുഗർ ഉള്ളത് ഇച്ചിരി ഉള്ളവർക്ക് ഇച്ചിരി പ്രശ്നമാണ്. അതുകൊണ്ട് ശകലിച്ച് കഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെയുള്ളവർ കഴിക്കാൻ കുറച്ച് കഴിച്ചാൽ മതി. പിന്നെ ഇതുപോലത്തെ ഒരു കാട്ടത്തി ഉണ്ടല്ലോ, ആ കാട്ടത്തി ഒരു ഔഷധമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സ്കിൻ പ്രോബ്ലം ഉള്ളവർക്കില്ലേ, ഈ സ്കിന്നിൽ വെള്ളപ്പാണ്ട് പോലെ വരുന്നവർക്കില്ലേ, അത് ഉപയോഗിക്കാൻ നല്ലതാണ് കേട്ടോ. അത് ഉണക്കി പൊടി തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കാട്ടത്തി. ഇതുപോലെ അത് പഴുക്കേണ്ടൊന്നും കാര്യമില്ല. ഇതുപോലെ പച്ച പറിച്ച് നമുക്ക് വെയിലുള്ള സമയത്ത് ഉണങ്ങി പൊടിച്ച് വെച്ചാൽ മതി. എന്നിട്ട് അങ്ങനെയുള്ളവർക്ക് തേക്കാം കേട്ടോ. അപ്പം ഇതിനെക്കുറിച്ച് ഇത്രയും ഗുണങ്ങളുണ്ട്. ഇത് നിങ്ങൾ കിട്ടുവാണെങ്കിൽ വെറുതെ ഇത് കളയാതെ. നമുക്ക് അറിയത്തില്ലാത്ത ഒരുപാട് പേര് കാണും അത്തിയുടെ ഗുണങ്ങളെക്കുറിച്ച്. പഴം എല്ലാവരും ഇപ്പം നമുക്ക് ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട് ഉണ്ടാക്കി വെക്കാം. പിന്നെ അല്ലാതെ കഴിക്കുന്നവർക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ടാറ്റ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.